സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ സാൻ ഷിനോബികളെയും ആ കാഗുറയും അവൻ്റെ അസിസ്റ്റൻസിനെ ആയിരിക്കും കാണിക്കുക. കാഗുറ ആണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് സാൻ ഷിനോബികളെ അറ്റാക്ക് ചെയ്യും. ആ സമയം കാറ അവൻ അവിടേക്ക് വന്ന് അവൻ്റെ സാൻഡ് പവർ ഉപയോഗിച്ച് കാഗുറയെ അറ്റാക്ക് ചെയ്യുകയാണ്. കാഗുറ അവൻ്റെ ടീമും ഇപ്പൊ കടലിലേക്ക് അങ്ങനെ തുള്ളി കൊതിച്ചു പോവാണ്. അത് കാണുമ്പോൾ തന്നെ കാറയ്ക്ക് മനസ്സിലാവും മറ്റെന്തോ വലിയൊരു വിപത്ത് അവരെ തേടി വരുന്നുണ്ടെന്ന്. കാറ അവൻ്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് മുകളിലേക്ക് ഫയർ ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ കാണും ദൂരത്തായിട്ട് വലിയൊരു ഷിപ്പ്. ആ ഷിപ്പിൽ നിന്ന് ഇടിയുണ്ടകള് ഗാറയ്ക്കും ടീംസിന് നേരെ ചേറിപ്പായാണ്. അതുകൊണ്ട് ഗാറയും ടീമും തിരികെ ആ കപ്പലിനെ അറ്റാക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. നറൂട്ടോയും അവന്റെ ടീമും അവരാണെങ്കിൽ പുതിയൊരു മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പെറ്റ് കീരിയെ അതിനെ പിടിക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ മിഷൻ. നറൂട്ടോയും സാക്കുറയും ഷിക്കമരു അവര് 3 പേരും ചേർന്ന് ഇപ്പൊ ആ കീരിയുടെ പിന്നാലെ പോയി ഒരുപാട് ട്രാപ്പൊക്കെ അവിടെ സെറ്റ് ചെയ്യാണ്. അതാണെങ്കിൽ ആ ട്രാപ്പിലൂടെ എല്ലാം തന്നെ ഓടി അതിവിദഗ്ധമായി രക്ഷപ്പെട്ട് അവസാനം സാക്കുറ ക്രിയേറ്റ് ചെയ്ത ആ ട്രാപ്പിൽ പോയി വീഴും. സാക്കുറയാണെങ്കിൽ ആ കീരിയെ ഒരുപാട് സ്നേഹത്തോടു കൂടെ അങ്ങനെ താലോലിക്കുകയാണ്. പക്ഷെ ലൂഫി മാത്രം അതിനെ കളിയാക്കും. ഉടനെ കലിയിളകിയ കീരിയാണെങ്കിൽ ലൂഫി അറ്റാക്ക് ചെയ്ത് അവിടുന്ന് കുതിച്ചോടുകയാണ്. ലൂഫി ആണെങ്കിൽ അതിന്റെ പിന്നാലെ പോവും. അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ട്രാപ്പില് ഇപ്പൊ താൻ തന്നെ അടിതെറ്റി വീഴുകയാണ്. ലൂഫി ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ട് നമ്മുടെ ആൾക്കാർ വന്ന് അവനെ രക്ഷപ്പെടുത്തി ആ ഒരു കീരിയെയും പിടിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ കഷ്ടപ്പെട്ട് അതിനെ പിടിച്ചിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര ഗൗരവം. ആ ഒരു 3 പേരും ഇപ്പോ ആ ഒരു കേരിയെ തിരികെ കൊടുക്കാനായി നടന്നു പോവും. ഷിക്കമരുവാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ബ്രിഡ്ജ് ചൂണ്ടി കാണിച്ചു കൊടുക്കും. ആ ബ്രിഡ്ജ് അതൊരല്പം ഡേഞ്ചറാണ്. സോ സൂക്ഷിച്ചു വേണം നമ്മൾ അവിടേക്ക് പോവാൻ. ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ ആ ബ്രിഡ്ജിലൂടെ ഓടും. അടുത്ത നിമിഷം ആ ബ്രിഡ്ജ് തകർന്ന് അവൻ ആ ബ്രിഡ്ജിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഷിക്കമരുവും സാക്കുറയും അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റും. അതിനുശേഷം അവർക്ക് പോകേണ്ട ആ ഗ്രാമത്തിലേക്ക് നോക്കും. ഗ്രാമത്തിലാണെങ്കിൽ ആരെയും കാണാനില്ല. സോ അവർ 3 പേരുടെയും ചെവിയിൽ ഓരോ വയർലെസ്സുകൾ കണക്ട് ചെയ്ത് 2 ഭാഗത്തേക്ക് പിരിയാണ്. സാക്കുറയും നറൂട്ടോയും അവർ രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് പോവും. ഷിക്കമരു ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടോന്നറിയാൻ വേറൊരു ഭാഗത്തേക്ക് പോവും. നറൂട്ടോയും സാക്കുറയുള്ള ഭാഗത്ത് ഇപ്പോൾ അവരുടെ തൊട്ടു പുറകിലായി ഒരു ആർമേർഡ് സോൾജിയർ. അവനാണെങ്കിൽ ഇപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ചാടി വീഴുകയാണ്. ലൂഫി ആണെങ്കിൽ അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഗ്യാപ്പിൽ ലൂഫിയുടെ ചെവിയിലുണ്ടായിരുന്ന ആ ഇയർഫോൺ അതങ്ങനെ തെറിച്ചു പോവാണ്. സാക്കുറയാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഷിക്കമരു അറിയിക്കും. സാക്കുറയാണെങ്കിൽ അവളുടെ സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് ഒരു സോൾജിയറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷേ ആ സ്ക്വാഡ് കൊണ്ട് അവൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിനുശേഷം അവളാണെങ്കിൽ പേപ്പർ ബോംബ്സ് ഉപയോഗിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരു സോൾജിയർ അവളുടെ പിന്നിൽ വന്ന് അവളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ നറൂട്ടോ അവൻ ഒരുപാട് സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്ത് മുൻപിലേക്ക് വരുമ്പോഴായിരിക്കും ആ വില്ലന്മാരുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ അവൻ അവിടേക്ക് വന്ന് ഒരു ഡൗൺ തംസപ്പ് നറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കുക. നറൂട്ടോ ആണെങ്കിൽ അവന്റെ ഒരുപാട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം. അതിനുശേഷം റിയൽ നറൂട്ടോ ആണെങ്കിൽ എർത്തിലൂടെ അങ്ങനെ ഉയർന്നു വന്ന് ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ സമയം നറൂട്ടോ അവൻ സാക്കുറയുടെ നിലവിളി കേൾക്കും. അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സാക്കുറയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഒരു വില്ലൻ സാക്കുറയെ കാലെ പിടിച്ച് അങ്ങനെ തൂക്കി നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ആ വില്ലനോട് ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് സാക്കുറയെ വെറുതെ വിട്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയും. അടുത്ത നിമിഷം ഷിക്കമരു അവൻ അവിടേക്ക് ചാടി വന്ന് ആ ബ്ലാക്ക് സോൾജിയറിനെ തല്ലി തോൽപ്പിച്ച് സാക്കുറയെ സേഫാക്കി ഒരു മരത്തിന് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ അവന്റെ ജിപ്സു പവർ ഉപയോഗിച്ച് ഇപ്പൊ മെയിൻ വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അതിനാ മെയിൻ വില്ലൻ അവന്റെ സ്ക്വാഡ് എടുത്ത് നറൂട്ടോയെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ക്രിയേറ്റ് ആയി അവർ രണ്ടുപേരും ഒരു ക്ലിഫിലൂടെ താഴേക്ക് പോവാണ്. ലൂഫിയുടെ പുറകിലാണ് ആ ഒരു കീരി പെറ്റിനെ ഒരു ബാഗിൽ അവർ സേഫായി അടച്ചു വെച്ചിരുന്നത്. സോ അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ആ കീരി അതങ്ങനെ വിട്ടുപോകും. ഷിക്കമരു സാക്കുറയാണെങ്കിൽ ഷോക്കായിട്ട് ആ ക്ലിഫിലേക്ക് നോക്കും. രണ്ടുപേരും താഴേക്ക് പോയി കഴിഞ്ഞു. സാക്കുറയ്ക്കും ഷിക്കമരുവിനും അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും ഒരു മെക്കാനിക് തിങ് അവിടേക്ക് അങ്ങനെ ഉരുണ്ടു വരിക. അവർ പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. ഇതാ ഇപ്പൊ നമ്മുടെ നറൂട്ടോയെ കാണിക്കുകയാണ്. അവൻ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. അവന്റെ അടുത്തുണ്ടായിരുന്ന അവന്റെ പുറകിൽ ആ കീരിനെ ഇട്ട് വെച്ചിരുന്ന ബാഗ് അത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അവൻ എഴുന്നേക്കാൻ ശ്രമിക്കും. അവന്റെ കയ്യിലും കാലിലും എല്ലാം തന്നെ ബാൻഡേജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായി അവനെ പോലെ തന്നെ ബാൻഡേഡ് ഒക്കെ ഇട്ടിരിക്കുന്ന മറ്റൊരാളെ അവൻ കാണും. നറൂട്ടോ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഒരപ്പാപ്പൻ അവിടേക്ക് കടന്നു വരികയാണ്. ആക്ച്വലി അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. ആ ഒരു ടീമിന്റെ എൽഡറാണ് ഇദ്ദേഹം. ആളാണെങ്കിൽ ഇപ്പോ നറൂട്ടോട് പറയും, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ആ കേവിന്റെ ഭാഗത്തു നിന്നാണ്. അവിടുന്ന് കറക്റ്റ് സമയത്ത് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ട് നദിയിലൂടെ നീ ഒഴുകി പോകില്ല. ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെയാണ്. ആ എൽഡർ ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട്
അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ആംസ് എല്ലാം തന്നെ ഊരി വെച്ചിരിക്കുന്നതായിട്ട് നറൂട്ടോ കാണുക. നറൂട്ടോ ആണെങ്കിൽ ആ എൽഡറിനോട് ഇതാരുടെയാണെന്ന് ചോദിക്കും. അതിന് ആ എൽഡർ പറയും, നിന്നെ കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവനെയും കിട്ടിയത്. അത് ഇവന്റെ ആമേഴ്സാണ്. അത് കേട്ട് നമ്മുടെ നറൂട്ടോ അവൻ ഞെട്ടുകയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ആ നിലവിളി കേട്ട് ഇപ്പൊ ആ വില്ലനും കണ്ണ് തുറക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ആ കീരി അതും ഇപ്പൊ നമ്മുടെ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. നറൂട്ടോയ്ക്കാണെങ്കിൽ ആരെയൊക്കെ ചീത്ത വിളിക്കണമെന്ന് അറിയില്ല. ആ എൽഡർ ആണെങ്കിൽ നറൂട്ടോയെ സമാധാനിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ആ കീരി അത് ആ എൽഡറിന്റെ അടുത്തേക്ക് വരികയാണ്. എൽഡർ പറയും, ഇത് ഞങ്ങളുടെ ട്രഷറാണ്. ഇത് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇതിന് ഞങ്ങൾക്ക് തിരികെ കിട്ടി. അപ്പോഴായിരിക്കും എൽഡർ ഇപ്പോ ആമേർഡ് മാന്റെ ചെസ്റ്റിലുണ്ടായിരുന്ന അടയാളം ശ്രദ്ധിക്കുക. ആൾ ആ അടയാളം സൂക്ഷിച്ചു നോക്കി ഇപ്പൊ അവന്റെ അടുത്തേക്ക് പോവും. ആ കീരിയാണെങ്കിൽ ഇപ്പൊ ഓടിപ്പോയി ആ ആമേർഡ് മാന്റെ മടിയിലിരിക്കുകയാണ്. അത് കാണുമ്പോൾ ആ എൽഡറിന് ഒരുപാട് വിഷമം തോന്നും. അതേസമയം ദൂരത്തായിട്ട് സാക്കുറയും കമരും അവർ രണ്ടുപേരും ഈ കാഴ്ചകളെല്ലാം കണ്ട് ദൂരത്തായിട്ട് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ആമേർഡ് മാൻ ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ അയലാനിനെ ആരൊക്കെയോ ചേർന്ന് അറ്റാക്ക് ചെയ്യാണ്. അവിടെ വെച്ച് ഏതോ ഒരു അപ്പാപ്പൻ കൈ കൊടുത്ത് അവനെ അവിടുന്ന് രക്ഷിച്ചു. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ അവരെല്ലാവരും ആ ക്യാമ്പൊക്കെ പൊളിച്ച് അവിടുന്ന് കടന്നു പോവാണ്. ഒരു പെണ്ണാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് പറയും, ഞങ്ങൾ ഇങ്ങനെയാണ് എല്ലായിടത്തും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ക്ലാൻ ഉണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഗ്രാമം എല്ലാം തകർക്കപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. ആക്ച്വലി ഈ ഒരു ചുന്ദരി പെണ്ണ് അതാ എൽഡറിന്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. അതേസമയം ആ കേരിയാണെങ്കിൽ വീണ്ടും ആ ആർമേർഡ് മാന്റെ മടിയിൽ പോയിരിക്കും. അത് കാണുമ്പോൾ ആ എൽഡറിന് ഒരുപാട് വിഷമം. നറൂട്ടോ ആണെങ്കിൽ ആ ആർമേർഡ് മാന്റെ അടുത്തേക്ക് വന്ന്, സത്യം പറയ്, നീ ആരാ, എന്തിനാ ഞങ്ങൾ അറ്റാക്ക് ചെയ്തെന്ന് ചോദിക്കും. അതിന് ആർമേർഡ് മാൻ ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് പറയും, ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ലുട്ടോപ്പിയ ക്ലാൻ അത് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് നമുക്ക് മാത്രമായിട്ട് ഒരു വേൾഡ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഈ ഒരു പുതിയ വേൾഡിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ നറൂട്ടോയെ ക്ഷണിക്കും. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ അത് അപ്പം തന്നെ റിഫ്യൂസ് ചെയ്യുകയാണ്. ആ ഗ്യാപ്പിൽ ആ ഒരു ഓസ്ട്രിച്ച് അത് അതിന്റെ ഇരയെ തേടി അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. ആമേർഡ് മാൻ ആണെങ്കിൽ വീണ്ടും അവന്റെ ആമറൊക്കെ എടുത്ത് അണിഞ്ഞ് അവിടുന്ന് പോകാനായിട്ട് തയ്യാറാവുമ്പോഴായിരിക്കും ഒരു കുട്ടി താഴേക്ക് വീഴുന്നതായിട്ട് കാണുക. അവനാണെങ്കിൽ ആ കുട്ടിയെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് സേവ് ചെയ്യും. നറൂട്ടോ ആണെങ്കിൽ അവന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവനാണെങ്കിൽ ആ കൈ അങ്ങനെ തട്ടി മാറ്റി എഴുന്നേറ്റ് നിന്ന് അവരോടും നറൂട്ടോടും പറയും, എന്നെ സേവ് ചെയ്തതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ ഈ കുഞ്ഞിന്റെ ജീവൻ അത് രക്ഷിച്ചു. സോ എനിക്കിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ഷിക്കമരു അവൻ മുൻപ് കണ്ട ആ മെക്കാനിക്കൽ ഹൗസിലേക്ക് നൈസായിട്ട് കയറി പറ്റും. അവനാണെങ്കിൽ അതിന്റെ മുക്കും മൂലയും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് പോവാണ്. അവനാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ലാബ് കാണുക. ആ ലാബിൽ ഒരുപാട് ചെറിയ ചെറിയ വെസൽസ്, ആ വെസൽസിന്റെ അകത്ത് ചെറിയ കുഞ്ഞുങ്ങളെ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് ലേഡീസ് അവിടേക്ക് വന്ന് അതിൽ ഒരു വീലെടുത്ത് അതിലൊരു സ്റ്റിയറിങ് അതങ്ങനെ കറക്കുകയാണ്. അടുത്ത നിമിഷം അതിലൊരു കുട്ടി ഒരു സോൾജിയറായി മാറി പുറത്തേക്ക് വരും. ഷിക്കമരു ആണെങ്കിൽ ആ കാര്യം കണ്ട് അത്ഭുതപ്പെടും. ഉടനെ ആ വില്ലത്തികള് അവരാണെങ്കിൽ ഇപ്പൊ ഷിക്കമരു കാണുകയാണ്. അവൻ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത ഇവിടെ എൽഡർ ആളാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് ദേഷ്യപ്പെടും. ഓ നോ, നിങ്ങൾ എല്ലാവരും വളരെ യൂസ്ലെസ് ആണ്. എന്റെ കീരി അത് വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടു. അത് കേട്ട് നറൂട്ടോ ആണെങ്കിൽ വണ്ടടിച്ച് ആ എൽഡറിനോട് പറയും, ഓൾറെഡി ഞങ്ങൾ അതിനെ കണ്ടുപിടിച്ച് തന്നതല്ലേ. അതിനെ എൽഡർ പറയും, അത് വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ എത്രയും വേഗം ഇതിനെ കണ്ടെത്തി തിരികെ പിടിച്ചു തന്നേ പറ്റൂ. വേറെ വഴിയില്ലാതെ അവൻ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവളാണെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് ഇപ്പോ അവരുടെ ആ വണ്ടികൾ കടന്നുപോയ ഭാഗത്തേക്ക് നോക്കും. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ആ കീരിയെ ഫോളോ ചെയ്ത് ആമേർഡ് മാന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി ആ കീരി അത് അവനോടൊപ്പമാണ് ഉള്ളത്. ആമേർഡ് മാൻ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ലൂഫിയുമായി ആ വെസലിലേക്ക് കടന്നു വരും. ലൂഫി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും മറുപടി പറയാതെ അവന്റെ ക്യാപ്റ്റനെ ഇപ്പൊ ലൂഫിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ക്യാപ്റ്റൻ ആണെങ്കിൽ ആമേർഡ് മാനോടും ലൂഫിയോടും ഫൈറ്റ് ചെയ്ത് ലൂഫിയുടെ പവർ എന്താണെന്ന് ആൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറയും. ലൂഫിക്കാണെങ്കിൽ സത്യത്തിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ വണ്ടടിച്ച് നിൽക്കും. ഉടനെ ആ ക്യാപ്റ്റൻ ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ നറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. നറൂട്ടോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അല്പസമയത്തേക്ക് നോക്കി നിൽക്കും. ഞാൻ ആക്ച്വലി ഞങ്ങളുടെ ഗ്രാമത്തിലെ ഹൊക്കാഗെ ആവാനായിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന്
നറൂട്ടോ ആണെങ്കിൽ ആ എൽഡറിനോട് പറയും, ആ ക്യാപ്റ്റനോട് പറയും. അടുത്ത നിമിഷം അവിടെ വലിയൊരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. അനൗൺസ്മെന്റ് കേൾക്കേണ്ട താമസം ആ സ്ക്വാഡ് മാനും നറൂട്ടോയും അവർ രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് ഓടും. അവർ ഓടി വരിക ടാൻ വില്ലേജിനെ അറ്റാക്ക് ചെയ്ത ആ ഒരു വലിയ ഷിപ്പിന്റെ അകത്തേക്കായിരിക്കും. അവിടെയാണെങ്കിൽ കക്കൂറ അവനാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് പറയും, എന്തു പറ്റി, നീ ആകെ കൺഫ്യൂസ്ഡ് ആണല്ലോ, ഇവിടെ എന്താ നടക്കണമെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ, ഇത് നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ അവർ മൂന്നുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോ ആ രണ്ട് ലേഡീസ് അവരവിടേക്ക് വന്ന് മറ്റൊരു ഓപ്പണന്റ് അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയും. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, ഗാറ. പിന്നീട് അവരെല്ലാവരും ചേർന്ന് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ വില്ലത്തി പെണ്ണുങ്ങള് അവരെല്ലാവരും ഒരു പ്രത്യേകതര ഇല്യൂഷൻ പവർ അതുപയോഗിച്ചാണ് ഇപ്പൊ ഗാറയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യുക. ഗാറയും അവന്റെ ഫുൾ പവർ എടുത്ത് അറ്റാക്ക് ചെയ്യും. ഗാറയാണെങ്കിൽ അവന്റെ സാൻഡ് പവർ മുകളിലേക്ക് അയക്കും. അത് മഴ പോലെ ഷാർപ്പായിട്ടുള്ള നീഡില് ഇലക്ട്രിസിറ്റി പവറോട് കൂടെ അങ്ങനെ താഴേക്ക് വന്ന് ആ വില്ലന്മാരുടെ ദേഹത്ത് കുത്തി കയറും. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ, കാങ്കുറ, ആ വില്ലത്തികള് അവര് മൂന്നുപേരും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മനസ്സിലാകുകയാണെന്ന് മനസ്സിലാക്കിയ ആ രണ്ട് വില്ലത്തികളും അവിടുന്ന് എസ്കേപ്പ് ആവും. ആണെങ്കിൽ അവളെ വിടാതെ പിടിക്കും. പക്ഷെ അവന് പിടുത്തം കിട്ടുക കാങ്കുറയുടെ കാലില്. അവർ രണ്ടുപേരും ഇപ്പൊ താഴേക്ക് അടിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ വില്ലത്തി അവളാണെങ്കിൽ ഇപ്പൊ ആ ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് വന്ന് ആളെ അറ്റാക്ക് ചെയ്യാണ്. ആളുടെ കയ്യിലുള്ള ഒരു സ്റ്റോണ് ാണ് അവൾക്കിപ്പോ ആവശ്യം. ഷിക്കമരു ആണെങ്കിൽ അവളെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവളൊരു മോൺസ്റ്ററായി മാറും. അതിനുശേഷം ആ വില്ലത്തിയാണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോകും. ഷിക്കമരു ആണെങ്കിൽ ആ സ്റ്റോണിനെ കുറിച്ച് ചോദിക്കും. ആ എൽഡർ ആണെങ്കിൽ അതിന് മറുപടി പറയില്ല. ഉടനെ സാക്കുറയും ഷിക്കമരു അവർ രണ്ടുപേരും നറൂട്ടോയെ കുറിച്ച് സംസാരിച്ച് അവിടെ നിന്ന് കടന്നു പോകാൻ ശ്രമിക്കും. അത് കണ്ട എൽഡർ ആണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഫ്രണ്ടാണോ ആ നറൂട്ടോ? അതിന് അവര് പറയും അതെ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും അവരുടെ വില്ലേജിൽ സർവൈവ് ആയിട്ടുള്ളത്. ഡെമോജിന്റെ ബോഡിയിലാണ് ഈ ഒരു ടോണ് അത് അറ്റാച്ച് ആയിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കമീല ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഡെമോജിയെ ഞാൻ അവിടുന്ന് രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു, നമുക്ക് ആവശ്യം ആ ഒരു സ്റ്റോൺ ആണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആംഡ് ബോയ് ഡെമോജി അവനാണെങ്കിൽ വീണ്ടും ആ ഒരു കാരവാൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ വെച്ച് ഷിക്കമരുവും നറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് ലോക്ക് ചെയ്ത് വീണ്ടും ആ എൽഡറിന്റെയും കൂട്ടരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആ എൽഡർ ആണെങ്കിൽ ഇപ്പൊ അവന്റെ ബോഡി ചെക്ക് ചെയ്ത് അവന്റെ ബോഡിയിലുള്ള ആ സ്റ്റോൺ കാണിച്ചു കൊടുക്കും. സത്യത്തിൽ നീയും ഞങ്ങളുടെ ക്ലാനിലുള്ള ഒരാളാണ്. അതിനുശേഷം ആ എൽഡർ ആണെങ്കിൽ ഗലൽ സ്റ്റോൺ അതെങ്ങനെ അവർക്ക് കിട്ടിയെന്നുള്ള ചരിത്രം അത് പറയാനായിട്ട് തുടങ്ങും. ആക്ച്വലി ആ ഒരു ഗലൽ സ്റ്റോൺ അത് വീണ്ടെടുക്കാനും തട്ടിയെടുക്കാനും ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ അന്ന് ക്ലാനിലുള്ളവരാരും തന്നെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെയുള്ളവർക്ക് അതൊരു ഭീഷണിയാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവർക്ക് ആർക്ക് ലഭിക്കാതിരിക്കാനായി അത് സീൽ ചെയ്ത് അണ്ടർഗ്രൗണ്ടിൽ അവർ ഒളിപ്പിച്ചു വെച്ചു. കട്ട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ടും ആമോട് മാന് യാതൊരു കൂസലുമില്ല. അവനാണെങ്കിൽ തീർത്തു പറയും, ഞങ്ങളുടെ മാസ്റ്റർ അത്രയും ബാഡായിട്ടുള്ള ഒരാളല്ല, ഞങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് തരാനായിട്ട് ആ ഒരു സ്റ്റോൺ ആവശ്യമാണ്, നേടിയെടുക്കാനായിട്ട് ഏത് തരത്തിലുള്ള സാക്രിഫൈസിനും ഞാൻ തയ്യാറാണെന്ന് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ആ കയറൊക്കെ വെട്ടി എറിഞ്ഞ് ആ എൽഡറും അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്പസമയം പകച്ചു നിൽക്കും. അതിനുശേഷം അവരും പിന്നാലെ പോവാണ്. ഇവിടെ ആമോഡ് മാൻ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ പാട് ക്രിയേറ്റ് ചെയ്ത് അവരുടെ പ്രത്യേക സങ്കേതത്തിലേക്ക് പോകും. നറൂട്ടോയും ടീമും ആണെങ്കിൽ ഇപ്പൊ ആ സങ്കേതത്തിലേക്ക് വന്ന് ആ മാസ്റ്ററിനോട് കാര്യങ്ങൾ അന്വേഷിക്കും. സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? നിങ്ങളിത് ചെയ്യുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ലേ? അതിനെ എൽഡർ പറയും, ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞതാണ്, സമാധാനപരമായ ഒരു ലോകം അത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാവരെയും നീ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യണം, ഒരു കാരണവശാലും അവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിന് ആ ഒരു മാസ്റ്റർ പറയും, വലിയൊരു നന്മയ്ക്ക് വേണ്ടി കുറച്ചു പേരുടെ ജീവൻ അത് സാക്രിഫൈസ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആമോഡ് മാനെയും അതുപോലെ തന്നെ എൽഡറിനെയും അവരെ രണ്ടുപേരെയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. നറൂട്ടോ ആണെങ്കിൽ അടുത്ത നിമിഷം ഇപ്പൊ അവർ രണ്ടുപേരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ പോവും. ആ സമയം സാക്കുറയും ഷിക്കമരുവും അവർ രണ്ടുപേരും മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സാക്കുറ ആണെങ്കിൽ സ്പൈഡറിനെ പോലെ അവരുമായിട്ട് ഏറ്റുമുട്ടും. മറ്റൊരു ഭാഗത്ത് ഷിക്കമരു ആണെങ്കിൽ ഒരുപാട് പേപ്പർ ബോംബുകൾ അവിടെ സെറ്റ് ചെയ്ത് അവളെ അതിൽ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഉടനെ ഇവിടെയാണെങ്കിൽ ആ മാസ്റ്റർ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഗലൽ സ്റ്റോൺ അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു എൽഡറിന്റെ അദ്ദേഹത്തിന്റെ ആ പെറ്റ് കീറി അവിടേക്ക് വന്ന് വീഴുകയാണ്. അതിന്റെ വായിലും ഒരു ഗലൽ സ്റ്റോൺ ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്നു. അതെടുക്കാനാണ് മാസ്റ്റർ നൈസായിട്ട് അതിനെ വശത്താക്കിയത്. ഇപ്പൊ ആള് ആ ഒരു സ്റ്റോണും എടുത്തു കഴിഞ്ഞു. അടുത്ത നിമിഷം ആ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ എൽഡറിനെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ആമോഡ് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണ് അത് കിട്ടിക്കഴിഞ്ഞു, പിന്നെ എന്തിന് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യണം? അതുകൊണ്ട് ആ മാസ്റ്റർ ആണെങ്കിൽ അങ്ങനെ ടെററായിട്ട് ചിരിക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് അവനെ അറ്റാക്ക് ചെയ്ത ആൾക്കാരുടെ ഓർമ്മകൾ അത് തിരികെ വരും. ആ സമയം മാസ്റ്റർ ഇവിടെ എൽഡറിനെ
അറ്റാക്ക് ചെയ്യും. കറക്റ്റ് സമയം അവിടേക്ക് ചാടി വീണ നറൂട്ടോ ആണെങ്കിൽ ആ എൽഡറിനെ സേവ് ചെയ്യാണ്. അടുത്ത നിമിഷം ആ മാസ്റ്റർ ആണെങ്കിൽ ടെററായിട്ട് പറയും, ആക്ച്വലി നിന്റെ വില്ലേജ് എല്ലാം നശിപ്പിച്ചത് ഞാനാണ്, എനിക്ക് ആവശ്യം ആ ഒരു സ്റ്റോൺ ആണെന്ന് പറഞ്ഞ് അവൻ ഞൊടിയിടയിൽ ഈ പാംഡ് മാൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഉയർത്തിയെടുത്ത് അവനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് ആ സ്റ്റോൺ അങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഞൊട്ടിയിടയിൽ തന്നെ ഇപ്പൊ ആ ഒരു മാസ്റ്റർ ആളുടെ റിയൽ രൂപത്തിലേക്ക് വരും. നറൂട്ടോയെ കണ്ടാണെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ആംഡ് മാൻ ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇത്രയും കാലവും ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഫോളോ ചെയ്തതും എല്ലാം തന്നെ തെറ്റായിരുന്നുവെന്ന് അപ്പോഴായിരിക്കും അവൻ മനസ്സിലാക്കുക. മാസ്റ്റർ ആണെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന പവറിൽ പെട്ടെന്ന് ഹീലാവും. മാത്രമല്ല അവന്റെ അസിസ്റ്റൻസിനെ അവിടേക്ക് കൊണ്ടുവരാണ്. ആക്ച്വലി ആ കുട്ടികളുടെ സോള് ഉപയോഗിച്ചാണ് അവൻ ആ സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആംഡ് മാൻ ആണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് കുറ്റബോധം തോന്നും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പോ ആംഡ് മാനെ ഹെൽപ്പിന് വിളിക്കുകയാണ്. ആംഡ് മാൻ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ആ ഗലൽ സ്റ്റോണ് അതുപയോഗിച്ച് ഇപ്പൊ ഒരു പവർ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നറൂട്ടോയും അവന്റെ റെസ്ട്രഗൺ പവർ അതുപയോഗിച്ച് ആ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ആ ഗലൽ സ്റ്റോൺ ഉപയോഗിച്ചുണ്ടാക്കിയ പവർ അത് വെച്ച് നറൂട്ടോ അവനെ ആഞ്ഞടിക്കും. അടുത്ത നിമിഷം ആ ഒരു മാസ്റ്റർ വില്ലൻ ആള് പൂർണ്ണമായിട്ട് തകരുകയാണ്. പക്ഷെ എന്താ, ആ ഗലൽ സ്റ്റോണിന്റെ ഇമ്പാക്ട് അത് കൂടി ഇപ്പോൾ അവിടെ മുഴുവൻ വലിയ തകർച്ച അത് സംഭവിക്കാൻ തുടങ്ങും. എൽഡർ പറയും, എല്ലാം നമ്മളുടെ കൈവിട്ട് പോയിരിക്കുകയാണ്, ഇതിലൂടെ വലിയൊരു കോണ്ടിനെന്റ് പോലും നമുക്ക് ഇല്ലാതായി തീരും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാക്കുറയും ഷിക്കമരുവും അവിടെ പെട്ടുപോയ ഒരുപാട് കുട്ടികളെ മോചിപ്പിച്ച് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ എൽഡർ ആണെങ്കിൽ ഇപ്പൊ ആമോഡ് മാനോട് പറയും, റോയൽ ബ്ലഡിലുള്ള ഒരാൾക്ക് മാത്രമേ ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അവർ സെൽഫ് സാക്രിഫൈസ് ചെയ്താൽ മാത്രം ഇത് സ്റ്റോപ്പ് ആവും. അത് കേട്ട് ആമോഡ് മാൻ ആണെങ്കിൽ അതിന് തയ്യാറാവും. ഇവിടെ ആമോഡ് മാൻ ആണെങ്കിൽ അത് മുഴുവനായിട്ട് ലോക്ക് ചെയ്യും. പക്ഷേ എന്താ, അത് മൊത്തത്തിൽ തകർന്ന് അവൻ താഴേക്ക് പോവാണ്. അത് കണ്ട നറൂട്ടോ അവനെ മുകളിലേക്ക് പിടിച്ചു വലിക്കും. അല്പസമയം കഴിഞ്ഞ് ആ ഒരു പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആവുമ്പോൾ എല്ലാം തന്നെ തകർന്ന് ഇപ്പൊ പുതിയ ലൈഫ് സോഴ്സ് അത് ക്രിയേറ്റ് ആയി വരികയാണ്. സാക്കുറയും ഷിക്കമരു അവർ രണ്ടുപേരും നറൂട്ടോയെ തേടി ഓടിയെത്തും. ആ സമയം എൽഡർ ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നറൂട്ടോയും ആമോഡ് മാനും അവർ രണ്ടുപേരും സേഫായി ഒരു ഭാഗത്തുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരെല്ലാവരും ഇപ്പോൾ ഒത്തുചേർന്ന് അവരുടെ ക്ലാൻ അത് ബാക്ക് ടു നോർമൽ ആവുന്നതോടു കൂടെ ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു.